വളരെ നിർണായകമായ നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നുള്ളത്. മുരാരി ബാബുവിനെതിരെ നിർണായകമായ തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. മൊഴികളിലുള്ള വൈരുദ്ധ്യം SITക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പല ചോദ്യങ്ങൾക്കും മുരാരി ബാബുവിന് തൃപ്തികരമായ ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ മുരാരി ബാബു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മുരാരി ബാബുവിനെതിരെ എന്താണ് കൂടുതൽ വിവരങ്ങൾ, റോഷി? അരുൺകുമാർ, മുരാരി ബാബുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നലെ രാത്രി 10 മണിക്ക് കസ്റ്റഡിയിലെടുത്ത മുരാരി ബാബുവിനെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു. അതിനൊടുവിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത് പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ ശേഖരിച്ചതിന് ശേഷമാണ് മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്തത്. വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇനി ഏറെ വൈകാതെ വൈദ്യപരിശോധനയും തുടർന്ന് റാന്നിയിലെ കോടതിയിലേക്ക് ഹാജരാക്കുകയും ചെയ്യും. കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2 ആഴ്ച കസ്റ്റഡിയിൽ ലഭിച്ചു. ആ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പം ഇരുത്തി അടക്കം മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യേണ്ട ഏറ്റവും നിർണായക നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ട് മുരാരി ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നീക്കങ്ങൾ ഇനി ദേവസ്വം ബോർഡിലെ അംഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്ക് ഈ കസ്റ്റഡി നീങ്ങുമോ, അവരെ ചോദ്യം ചെയ്യാൻ എപ്പോൾ വിളിപ്പിക്കും എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും വളരെ വേഗത്തിൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ തെളിവ് ശേഖരിക്കുന്നു, അതിനുശേഷം അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഏറ്റവും നിർണായക നീക്കം ഇപ്പോൾ ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തന്നെയാണ് മുരാരി ബാബു ഉള്ളതെന്ന് കരുതുന്നു. കാരണം മുരാരി ബാബുവിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.